ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും അധികം കയ്യടി പുഞ്ചിരിയും കാണാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. വളരെയധികം സന്തോഷം. ഇത്രയും അധികം വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ എപ്പോഴായാലും നമ്മൾക്കും കൂടി ആ ഒരു ഊർജം പകർന്നു നൽകുന്ന ആ ഒരു എനർജിയാണ്, ഒരു വൈബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, അത് കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുളിർമ. എനിക്കറിയാം ഇവിടെ എല്ലാവരും ഇവിടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഉള്ളത്. ആ ഒരു ഊർജം തന്നെയാണ് തോന്നുന്നു പകർന്ന് നമ്മൾക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം. കാരണം എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ആണ് സമാപനം ചെയ്യേണ്ടത്. പക്ഷെ ഒരു പരിപാടിക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് കുറച്ച് നേരത്തെ ആക്കിയത്. ഇവിടെ കുറച്ച് മഴ കാരണം കുറച്ച് വൈകി എന്ന് തോന്നുന്നു പരിപാടികൾ. ഞാനിവിടെ ഇപ്പൊ നിൽക്കുന്ന സമയത്ത് വളരെ കൊച്ചു കുട്ടികളുമുണ്ട്, വലിയ വിദ്യാർത്ഥികളുമുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പൊ ഒരു നിറഞ്ഞ സദസ്സാണ് ശരിക്കും. അപ്പൊ ഏത് ഭാഷയിൽ വേണം സംസാരിക്കാൻ എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ കൊച്ചു മക്കൾക്കും കൂടെ ചെറുതായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണം. എന്നാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ടല്ലോ. എന്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എന്തിനൊക്കെ പങ്കെടുത്തു? പ്രൈസ് കിട്ടിയോ? ഇല്ല. പക്ഷെ നല്ല എൻജോയ് ചെയ്തു. അപ്പൊ അതന്നെയാണ് തോന്നുന്നു ഇങ്ങനത്തെ മത്സരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾക്ക് ഒരുപക്ഷെ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്നൊക്കെ ഉള്ളത് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ടുണ്ട് എന്നല്ലാതെ ഈ ഒരു കാര്യം നമ്മൾക്ക് പകർന്നു തരുന്ന ഇങ്ങനത്തെ മത്സരങ്ങൾ, അത് കലാപരമായിട്ടുള്ളതാണെങ്കിലും കായികമായിട്ടുള്ളതാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഓരോ